തൊലി ഒന്ന് വാടി തുടങ്ങുമ്പോൾ തന്നെ പൊതുവേ നമ്മൾ പഴം എടുത്ത് കളയും. അങ്ങനെ കളയരുത്. ആ പഴത്തിനാണ് ന്യൂട്രീറ്റീവ് വാല്യൂ കൂടുതൽ. പക്ഷെ ഒത്തിരി അങ്ങ് ഡാർക്കായിട്ടുണ്ടെങ്കിൽ കളയാം, കുഴപ്പമില്ല. നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മസിൽ ഫങ്ഷനിങ്ങും ബ്ലഡ് സർക്കുലേഷനും ഒക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. സോഡിയവും പൊട്ടാസ്യവും ക്ലോറൈഡും ഒക്കെ. അപ്പോൾ പൊട്ടാസ്യം ഒത്തിരി റിച്ചാണ് ഇങ്ങനത്തെ തൊലി കൂടുതൽ കറുത്ത പഴങ്ങളിൽ. അല്ലെങ്കിൽ പൊട്ടാസ്യം ഉണ്ട്, എന്നാലും തൊലി ഒന്ന് വാടി വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊട്ടാസ്യവും ന്യൂട്രീറ്റീവ് വാല്യൂവും കൂടുതലാണ്. ഇത് നമ്മൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബനാന കേക്കാണ് ഈ ഒരു പഴം കൊണ്ട് ഉണ്ടാക്കാൻ പോണത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നല്ല ബേക്കറി പെർഫെക്ഷനിൽ തന്നെ നമുക്ക് കിട്ടി. ഞാൻ സെക്കൻഡ് ടൈം ഈ റെസിപ്പി ട്രൈ ചെയ്തപ്പോഴാണ് കിട്ടിയത്. ഇത് നമ്മൾ എവിടെ നിന്നും റെഫർ ചെയ്ത റെസിപ്പി അല്ല, നമ്മുടെ ചാനലിൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ ബനാന കേക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു സീവ് വെച്ചു. നമുക്ക് 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ മൈദ ഇട്ട് കൊടുക്കാം. ഇതിന് പകരം കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ റവ പൊടിച്ചത് എടുക്കാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് തന്നെ ഗോതമ്പ് പൊടി എടുക്കാം. ഇപ്പം ഞാൻ മൈദയാണ് കേട്ടോ എടുത്തത്. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് സോഡ അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊരു 3 പ്രാവശ്യം അരിച്ച് എടുക്കാം. 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാതും കൂടെ ഒന്ന് മിക്സായി നമുക്ക് നല്ല വെൽ കമ്പൈൻഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പഴം എടുക്കാം. ഞാനിപ്പോൾ ഒരു 6-7 ചെറിയ പഴം, നമ്മുടെ ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കും. നിങ്ങൾക്ക് റോബസ്റ്റ വേണമെങ്കിലും എടുക്കാം. ഇതാ കണ്ടോ, ഈ ഒരു പരുവത്തിൽ എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എല്ലാ പഴവും നമ്മൾ ഇതേപോലെ ചെറിയ പീസസ് ആക്കി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് സ്റ്റൗ ടോപ്പിൽ വയ്ക്കാം. ഇപ്പോൾ ഇതിന് പകരം അലൂമിനിയം ആയാലും എടുക്കാം, സ്റ്റീൽ വേണ്ട കേട്ടോ. പാത്രം ഒന്ന് ചൂടായി ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര, ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെയാണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ചൂടായ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു 2 മിനിറ്റിനുള്ളിൽ ഇത് സൈഡൊക്കെ മെൽറ്റായി വരും. ഫ്ലെയിം ഇപ്പോൾ നമ്മൾ ലോയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം. അപ്പോഴേക്കും ഇതേപോലെ കരമലൈസ്ഡ് ആയി വരും. ഒരു ഡാർക്ക് ബ്രൗൺ കളറായി വരുമ്പോൾ, സൈഡൊക്കെ ഒന്ന് പതങ്ങി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ കയറി കട്ട പിടിക്കും, പേടിക്കേണ്ട. നമുക്ക് നിർത്താതെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് അല്ലെങ്കിൽ വന്നോളും. ഇങ്ങനെയാണ് നമ്മൾ കരാമൽ സിറപ്പ് ഉണ്ടാക്കുന്നത്. ഇത് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാനും കിട്ടും. പക്ഷേ ഈ ഒരു കേക്കിന് നമ്മളിതിങ്ങനെ ഉണ്ടാക്കണം. കാരണം നമ്മൾ ഇനി ഇതിലേക്ക് നമ്മുടെ പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പഴവും ഈ കാരമൽ സിറപ്പും എല്ലാം കൂടെ നല്ല ഭംഗിയായിട്ട് കമ്പൈൻഡായി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ 1.5 കപ്പ് മൈദയെല്ലാം എടുത്തേ. അപ്പം നമുക്ക് അത് മിക്സിയുടെ ഗ്രൈൻഡർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രാമ്പൂ പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു 1/2 ടീസ്പൂൺ പിന്നെ ഒരു 1/4 ടീസ്പൂണും ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഒരു 3-4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു നീളമുള്ള ഒരു കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിച്ചിട്ട് വരാം. ഞാനിത് രണ്ടും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കയും കൂടി ഇടാം. ഇപ്പോഴേക്കും നമ്മുടെ പഴം നന്നായിട്ടൊരു 5 മിനിറ്റ്സ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, മാറ്റി വെച്ചു. ഇനി നമുക്ക് മിക്സിയുടെ അരി അരയ്ക്കുന്ന ഈ ജാറില്ലേ അതിങ്ങെടുക്കാം. അതൊക്കെ നമുക്കൊരു 4 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വനീല എസൻസും കൂടി ഇട്ട് ഹൈ സ്പീഡിൽ ഒരു 15 സെക്കൻഡ്സ് അടിച്ചിട്ട് വരാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയില്ലേ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് എഗെയിൻ ഒരു ഹൈ സ്പീഡിൽ ഒരു 15 സെക്കൻഡ്സ് അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നെങ്കിൽ മെൽറ്റഡ് ബട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ, ഇപ്പം ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്, ഒരു 1/4 കപ്പ് ഇട്ടിട്ട് നമുക്ക് ലോ സ്പീഡിൽ 10 സെക്കൻഡ് അടിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ആ പഞ്ചസാര പൊടിച്ച ഗ്രൈൻഡർ ജാറില്ലേ അതിങ്ങനെ എടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ കൂട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒത്തിരി നമ്മളങ്ങ് ഒരുമിച്ചിട്ട് അടിക്കരുത്, 2 ഭാഗമൊക്കെ ആയിട്ട് അടിച്ചെടുക്കുന്നതായിരിക്കും എളുപ്പം. അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു മിക്സിംഗ് ബൗളിലെ കൂട്ടിലേക്ക് ഇട്ട് സ്പാച്ചുല ഉപയോഗിച്ച് പതുക്കെ മിക്സ് ചെയ്ത് എടുത്തു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്യുകയാണ്. ഒന്നുമില്ല, ഇതേപോലെ ചുറ്റിച്ചെടുത്ത് ഉള്ളിലേക്കാക്കാം, ചുറ്റിച്ചെടുത്ത് ഉള്ളിലേക്കാക്കാം. ഇനി നമുക്ക് ഒരു 2 പ്രാവശ്യം മൈദ ഇട്ടിട്ട് അവസാനത്തെ ഒരു 1/3 മൈദ കൂട്ട് അവിടെ മാറ്റി വെക്കുക. ഇതിനിടയിൽ നമുക്ക് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ മൊത്തത്തിൽ മൈദ ഇടാതെ അവസാനം ഇങ്ങനെ കുറച്ച് ബാക്കി വെച്ചിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ നട്ട്സ് എടുത്ത് ഏതൊക്കെ നട്ട്സ് ആണെങ്കിലും കാഷ്യൂ നട്ട് ആണെങ്കിലും ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ആൽമണ്ടും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് അതേപോലെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു മൈദയുടെ കൂട്ടിലേക്ക് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഇട്ടാൽ ഈ നട്ട്സൊക്കെ കേക്കിൻ്റെ അടിയിൽ
പോയി സെഡിമെൻ്റ് ആവാതെ എല്ലായിടത്തും ഒരേപോലെ കിടക്കും. അപ്പോൾ നമ്മൾ ആ കാഷ്യൂനട്ട് ഇട്ട് അതേ ഇതിലേക്ക് നമ്മൾ ആൽമണ്ട്സും കൂടെ ഇട്ട് ആ മൈദാക്കൂട്ടും നമ്മുടെ ഈ നട്ട്സും ഒക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് എടുക്കുകയാണ്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇപ്പോഴേക്കും നമ്മുടെ മിക്സ്ചർ ഇവിടെ നല്ല ഇതായിട്ടിരിക്കുന്നുണ്ട്. ഒത്തിരി ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് അങ്ങ് ചെയ്ത് പോകണം കേട്ടോ. വേണമെങ്കിൽ നട്ട്സൊക്കെ നേരത്തെ അങ്ങ് ക്രഷ് ചെയ്ത് വെക്കാം, കാരണം ഒരുപാട് നേരം നമ്മുടെ ബാറ്റർ പുറത്തിരിക്കരുതല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഒരു 7 ഇഞ്ചുള്ള സ്ക്വയർ കേക്ക് ടിന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് ആണെങ്കിലും എടുക്കാം. റൗണ്ട് കേക്ക് ടിന്നാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 7 ഇഞ്ചോ അല്ലെങ്കിൽ 8 ഇഞ്ചോ എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഹൈറ്റുള്ള കേക്ക് വേണമെങ്കിൽ 7 ഇഞ്ച് എടുത്തോ. നമുക്ക് ആ മെഷറിംഗ് കപ്പിൽ തന്നെ കുറച്ച് ഓയിൽ ബാക്കിയുണ്ടോ, അത് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യാം. അതേ ഷേപ്പിൽ കട്ട് ചെയ്തൊരു ബട്ടർ പേപ്പർ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ഒന്നുകൂടെ ആ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഓടിക്കാം. എല്ലായിടത്തും ഒന്നുകൂടെ ഓയിൽ ഗ്രീസ് ആയിക്കോട്ടെ. എക്സ്ട്രാ ഓയിലൊന്നും എടുക്കണ്ട കേട്ടോ, ബ്രഷിലുള്ള ഓയിൽ തന്നെ മതി. ഇനി ഞാൻ സൈഡും കൂടെ ഒന്ന് ബട്ടർ പേപ്പർ വെച്ച് സീൽ ചെയ്യുകയാണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് പീസസ് എടുക്കാം, അല്ലെങ്കിൽ എൽ ഷേപ്പിൽ രണ്ടിടത്തും കട്ട് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഈ പ്രിപ്പയർ ചെയ്ത കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. നമ്മൾ ഒഴിക്കുമ്പോൾ എപ്പോഴും ഒരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വേണം കേട്ടോ ഒഴിക്കാൻ. ആൻഡ് ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് സ്പാച്ചില വെച്ച് റൺ ചെയ്യണം. ഒത്തിരി ഓവർ മിക്സിങ് വേണ്ട കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്ക് ഒന്ന് റൺ ചെയ്ത് കൊടുക്കാം. ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ ഒരു നൈഫായാലും മതി, ഫോക്കായാലും മതി. ഇതിന് മേലെ ഒരു ഭംഗിക്ക് നമ്മൾ കാഷ്യൂനട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു ക്രസൻറ്റ് മൂൺ ഷേപ്പിൽ വെക്കുകയാണ്. ഈ സമയം നമ്മൾ അവൻ പ്രീഹീറ്റ് ചെയ്യായിരുന്നു 180 ഡിഗ്രി സെൽഷ്യസ് 10 മിനിറ്റിലേക്ക്. ഇപ്പോൾ 20 മിനിറ്റിൽ നമ്മൾ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എൻ്റെ ഇത് മൈക്രോവേവ് ആണ്, അതുകൊണ്ടാണ് 20 മിനിറ്റിൽ കിട്ടിയത്. OTG ആയിരുന്നെങ്കിൽ 50 മിനിറ്റ് ടു 60 മിനിറ്റ് എടുക്കും. അപ്പോൾ നമ്മൾ സെൻറ്ററിലൊന്ന് പ്രിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ഒന്ന് മൂടി വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നൈഫ് വെച്ച് സൈഡിൽ കൂടെയൊക്കെ ഒന്ന് ഓടിച്ച് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒരു പ്ലേറ്റ് എടുത്ത് ഇൻവേർട്ട് ചെയ്ത് ടാപ്പ് ചെയ്യുകയാണ്. ടാപ്പ് ചെയ്യുമ്പോഴേക്കും ഈസി ആയിട്ട് അത് ഊരി പോകുന്നിരിക്കും. ഇനി നമുക്ക് പതുക്കെ അതങ്ങ് ലിഫ്റ്റ് ചെയ്ത് ബട്ടർ പേപ്പർ അങ്ങ് മാറ്റാം. നല്ല മണമായിരുന്നു കേട്ടോ ഇതുണ്ടാക്കിയ സമയത്ത് വീട്ടിൽ. ഇനിയിപ്പോൾ നമുക്ക് ഈ കേക്ക് അങ്ങ് പതുക്കെ ഇൻവേർട്ട് ചെയ്യാം. സൈഡ് കണ്ടോ നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ബനാന കേക്കിൻ്റെ ഒരു ബേസിക് കളർ ഇതാണ്. സോഫ്റ്റ്നെസ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ എന്ത് സോഫ്റ്റാണ് കണ്ടോ. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് സ്ക്വയർ കേക്ക് ടിൻ ആയതുകൊണ്ട് എളുപ്പമാണ് ഈ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യാൻ. ഇങ്ങനത്തെ കേക്ക്സ് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യുന്നതാണ് എപ്പോഴും അതിൻ്റെ ഒരു ഭംഗി. നല്ല സോഫ്റ്റാണ് കേക്ക്, നല്ല ഭംഗിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പക്ഷേ പറ്റുന്നുണ്ട്, കാരണം നല്ല സ്പോഞ്ചി ടെക്സ്ചറാണ്. നമുക്കൊരു കേക്ക് ഇങ്ങനെ എടുക്കാം. കണ്ടോ എന്ത് സോഫ്റ്റാണെന്ന് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. സോഫ്റ്റ്നെസ് മാത്രമല്ല, പൊതുവേ എനിക്ക് ബനാന കേക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഉറപ്പാണ് ബനാന കേക്ക് പൊതുവേ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് ഇഷ്ടമാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെനില ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം. പക്ഷേ ഞാൻ ഇത് ഇങ്ങനെ തന്നെയാണ് കഴിച്ചത്. അതങ്ങനെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു.